നമസ്തേ ബച്ചോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദാദിമ ചാപ്റ്ററിലെ 2-3 പാരഗ്രാഫാണ് ഇട്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. दादीमा को गवई गाँव की 50 किस्म की दवाओं के नाम याद थे. ദാദിമാക്ക് ഗ്രാമത്തിലുള്ള എല്ലാ മരുന്നുകളുടെയും, ദവ എന്ന് പറഞ്ഞാൽ മരുന്ന്, 19 മരുന്നുകളുടെ പേര് ഓർമ്മയുണ്ട്. ഗാവ് മേ കോയി ബീമാർ ഹോത്ത, ഗ്രാമത്തിൽ ആരെങ്കിലും അസുഖം വന്നാൽ ഉസ്കെ പാസ് പഹുഞ്ചതി, അവരുടെ അടുത്ത് എത്തും. ഓർ വഹാംബി വഹി കാം, പിന്നെ അവിടെയും അതേ ജോലി. എന്ത്? വഹാംബി വഹി കാം. ഹാത്ത് ചൂന, മാത്ത ചൂന, പേട് ചൂന, കൈ തൊട്ട് നോക്കുക, നെറ്റി തൊട്ട് നോക്കുക, വയറ് തൊട്ട് നോക്കുക, ഇത് തന്നെ അവിടെയും പണി. फिर भूत से लेकर मलेरिया, सरसाम, निमोनिया तक का अनुमान विश्वस्त के साथ सुनाती. അതിനുശേഷം എന്താണ് രോഗം എന്നത് വിശ്വാസമാവുന്ന രീതിയിൽ ഇത് തന്നെയാണ് രോഗം എന്ന് വിശ്വസിപ്പിച്ചിരുന്നു. മലേറിയ ആണോ ഏതാണ് രോഗമെന്ന് ദാദിമ ശരിക്കും വിശ്വാസരൂപേണ പറഞ്ഞു കൊടുത്തിരുന്നു. महामारी और विषचूजिका के दिनों में रोज़ सवेरे उठकर स्नान के बाद लवंग और गुड़ मिश्रित जलदार गुग्गल और धूप. മഹാമാരിയുടെയൊക്കെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് കുളിച്ചതിന് ശേഷം ലവങ്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂവിൻ്റെ അതിൽ ശർക്കര ഇട്ടിട്ടുള്ളൊരു മിശ്രിതം, ജലധാര, ഗാർഗിളും ഒക്കെ ചെയ്തിരുന്നു, പുകയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഈ രോഗങ്ങളിലൊക്കെ ദിവസം. സഫായി കോയി ഉൻസെ സീക്കിലെ, സഫായി എന്ന് പറഞ്ഞാൽ വൃത്തി ആരെങ്കിലും അവരെ കണ്ട് പഠിക്കണം. കോയി ഉൻസെ സീക്കിലെ. ദവാമേ ദേർ ഹോത്തി, ദവ എന്ന് പറഞ്ഞാൽ മരുന്നിന് എന്തെങ്കിലും വൈകൽ വന്നാൽ, മരുന്ന് നേരം വൈകിയാൽ, കുടിക്കാൻ വൈകിയാൽ, മിശ്രിയ ഷഹദ് ഗതം ഹോ, മിശ്രി എന്ന് പറഞ്ഞാൽ കൽക്കണ്ടം, അല്ലെങ്കിൽ യാ ഷഹദ് പറഞ്ഞാൽ ഹണി, ഇത് രണ്ടും ഗതം ഹോ ജാത്ത, അത് രണ്ടും തീർന്നു പോയാൽ, ചാദർ യാ ഗിലാഫ് നെഹി ബദലേ ജാത്തെ, കിടക്കയുടെ ബെഡ്ഷീറ്റും പുതപ്പും ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ, തോ വേ ജൈസെ പാഗൽ ഹോ ജാത്തെ, എന്നാൽ ദാദിമ ഒരു ഭ്രാന്തിയെ പോലെ ആവും. ഇങ്ങനെയൊന്നും നല്ല വൃത്തിയായിട്ടൊന്നും നടന്നിട്ടില്ലേ ദാദിമ ഭ്രാന്ത് വരും, ദേഷ്യം വരും. ബുഖാർ തോ മുझे അബി ഭി ആത്താ ഹെ, ബുഖാർ പനി എനിക്ക് ഇപ്പോഴും വരാറുണ്ട്. നൗക്കർ പാനി ദേ ജാത്താ ഹെ, നൗക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ വെള്ളം കൊടുത്തു വിടും. മേസ് മഹാരാജ് എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, അടുക്കളപ്പണി എടുക്കുന്ന ആളെയാണ് മേസ് മഹാരാജ് എന്ന് പറയുക. അപ്നെ മനസ്സെ പക്കാക്കർ ഗിച്ച്ഡി യാ സാബു, അദ്ദേഹത്തിന് അദ്ദേഹം ഇഷ്ടത്തോടെ കറിയും സൂപ്പും എല്ലാം ഉണ്ടാക്കും. ഡോക്ടർ സാബ് ആക്കർ നാഡി ദേഖ് ജാത്തെ ഹെ, ഡോക്ടർ വന്നിട്ട് ഞരമ്പ് എല്ലാം നോക്കും, പനിയുടെ ഇത് നോക്കുന്നതാണ്, കാഠിന്യം. ഓർ കുനേൻ മിക്സ്ചർ കി ശീശി കി തിഥായി കെ ഡർ സെ ബുക്കാർ ഭാഗ് ഭി ജാത്ത ഹെ, അതിനുശേഷം കയ്പുള്ള മരുന്നും ഒക്കെ തരും. അപ്പം തന്നെ അതിനോടുള്ള ഒരു പേടി കൊണ്ട് ബുക്കാർ ഭാഗ് ഭി ജാത്ത ഹെ, പനി അങ്ങനെ പോവും. पर न जाने क्यों ऐसे बुखार को बुलाने का जी नहीं होता, എന്താണെന്നറിയില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ പനി വരുന്നൊന്നും ഇഷ്ടമല്ല. കാരണം എന്താണ്, ലേഖകന് ആരും കെയർ ചെയ്യാനൊന്നുമില്ല. ദാദിമ ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പോൾ പനി വരുന്നത് ഇഷ്ടമല്ല, ദാദിമയുടെ കെയറൊന്നും കിട്ടൂല എന്നറിയാം. അതുകൊണ്ട് ലേഖകന് ഇപ്പോൾ പനി വരുന്നതൊന്നും ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. കിഷൻ ഭയ്യ കി ഷാദി ടീക്ക് ഹുയി, കിഷൻ ഭയ്യയുടെ ഷാദി പറഞ്ഞാൽ വിവാഹം ശരിയായി. ദാദിമ കെ ഉത്സാഹ് ഓർ ആനന്ദ് കാ ക്യാ കഹന, ദാദിമയുടെ സന്തോഷവും ഉത്സാഹത്തിനും
പറ്റിയും പറയേണ്ട ആവശ്യമില്ല, അത്ര സന്തോഷമായിരുന്നു ദാദിമാക്ക്. ദിൻ ഭർ ഗായബ് രഹത്തി, ദിവസം മുഴുവൻ എന്താ പറയുക, ഓരോ ജോലികളിലും മുഴുകും. സാരാ ഗർ ജൈസെ ഉനോനെ സർപ്പർ ഉഡാലിയാ ഹോ, വീട് മുഴുവൻ ആ ദാദിമ തലയിലെടുത്ത് വെച്ചു. അത്രയും എല്ലാ കാര്യങ്ങളും, കല്യാണ വീടാകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എല്ലാ തിരക്കുകളായിരിക്കും, അതൊക്കെ ദാദിമ സർപ്പർ ഉഡാലിയാ ഹോ. പടോസിയോം ആത്തി, പടോസിയം എന്ന് പറഞ്ഞാൽ അയൽക്കാർ, അവർ വരും. ബഹുത്ത് ബുലാനെ പർ ദാദിമ ആത്തി, അയൽക്കാരെ വിളിക്കാനോ വന്നാൽ അവരെ വിളിക്കാനോ ഒക്കെ ദാദിമ വരും. ബഹിൻ ബുരാന മാന്ന, ബഹിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സഹോദരി എന്ന് പറയില്ല നമ്മൾ, സഹോദരി, ഒന്നും തോന്നരുത്. ബുരാന്നമാന പറഞ്ഞാൽ ഒന്നും തോന്നരുത്. കാർ പരോജൻ കാ ഘർ ടഹര, കാർ പരോജൻ എന്ന് പറഞ്ഞാൽ ജോലിത്തിരക്ക് കാരണം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഒന്നും തോന്നരുത്. കല്യാണ വീട്ടിൽ വരുന്നവരോട് പറയാണ് ദാദിമ, ഏക് കാം അപ്നെ ഹാത്ത് സേ ന കരൂ തോ ഹോനെ വാല നഹി, ഒരു കാര്യം എൻ്റെ കൈകൊണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ജാന്നെ കോ യോം സബി ജാൻതേ തേ കി ദാദിമ കുച്ച് കർത്തി ഹി നഹി, പക്ഷേ എല്ലാവർക്കും അറിയാം ദാദിമ ഒന്നും ചെയ്യുകയൊന്നും ഇല്ല. പർ കിസി काम में उनकी अनुपस्थिति वस्तुतः विलंब का कारण बन जाती, പക്ഷേ അവർ ഇല്ലെങ്കിൽ, അമ്മൂമ്മ അവിടെ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, വിലമ്പ് പറഞ്ഞാൽ ലേറ്റ് ആവുക, അനുപസ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ, അമ്മൂമ്മ ഒരു ജോലിയും ചെയ്യൊന്നുമില്ല, എന്നാലും അമ്മൂമ്മ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ലേറ്റ് ആവും. വിലമ്പ് കാ കാരൺ ബൻ ജാത്തി, അമ്മൂമ്മയുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഉനി ദിനോ കി ബാത്ത് ഹെ, ആ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ കാര്യമാണ്. ഏക് ദിൻ ദോപഹർ കോ മേ ഘർ ലൗട്ട, ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ബാഹരി നിക്സർ മേ ദാദിമ കിസി പർ ബിഗഡ് രഹി തി, പുറത്തുള്ള വഴിയിൽ, ബാഹരി നിക്സർ എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയിൽ, അവിടുന്ന് അമ്മൂമ്മ ആരോടോ ബിഗഡ് രഹി തി എന്ന് പറഞ്ഞാൽ ആരോടോ ഒച്ച ഉണ്ടാക്കി സംസാരിക്കുന്നത് കേട്ടു. ദേഖ പാസ് കെ കോനെ മേ ദുബ്കി രാമി കി ചാച്ചി ഗഡി ഹെ, അപ്പോൾ കണ്ടു അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ദൂബ്കി രാമി എന്ന് പറഞ്ഞ ചാച്ചി, അവരുടെ ചാച്ചി അവിടെ നിൽക്കുന്നുണ്ട്. സോ ന ഹോഗ ധന്നോ रुपये माई सूद के आज दे दो तेरी आँख में तो शर्म है नहीं, मांगने के समय कैसी आई थी, पैरों पर नाक रगड़ती फिरी, किसी ने एक पाई भी न दी, अब लगी है आजकल करने फसल में दूंगी अब क्या तेरी खातिर दूसरी फसल कटोगी. അപ്പോൾ എന്താ പറയുന്നത്, രാം കി ചാച്ചി പണം കടം ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ദാദിമ പറയാണ്, നിനക്ക് എന്താണ്, നീ ആദ്യം വാങ്ങിയ കാശ് തിരിച്ചു താ, നിനക്ക് നാണമില്ലേ, തേരി ആങ്കോമേ ശരം ഹേ നഹി, നിൻ്റെ കണ്ണിൽ നാണമൊന്നുമില്ലേ, ആദ്യം വാങ്ങിയ കാശ് തിരിച്ചു താ. വാങ്ങനേക്ക് സമയം കൈസി ആയിത്തി, വാങ്ങുന്ന സമയത്ത് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പേരോ പർ നാക്ക് രഗഡ്തി ഫിരി കിസിനെ ഏക് പായ്ബിനതി, ആളുകളുടെ കാല് പിടിച്ചിട്ട് ആരും നിനക്കൊന്നും തന്നില്ലല്ലോ. ആപ് ലഗി ഹെ ആജ്കൽ കർണേ, എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് നീ പറഞ്ഞു ഫസൽ മേ ദൂങ്കി, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് തരും, ഫസൽ മേ ദൂങ്കി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല. അബ് ക്യാ തേരി ഖാത്തിർ ദൂസരി ഫസൽ കട്ടോക്കി, ഇനി നിന്നെ നോക്കി അടുത്ത വിളവെടുപ്പും കഴിയും, എന്നാലും നീ പൈസ തരില്ല എന്നാണ് പറയുന്നത്. ദൂസരി ഫസൽ കട്ടേഗി. അപ്പം അങ്ങനെയൊക്കെ പറയാണ്. ദൂങ്കി മാൽക്കിൻ രാമിക്ക് ചാച്ചി റോത്തി ഹുയി, ദൂങ്കി മാൽക്കിൻ ഞാൻ തരും, മാൽക്കിൻ അമ്മുമ്മ ഞാൻ തരും എന്നാണ് പറയുന്നത്. രാമിക്ക് ചാച്ചി റോത്തി ഹുയി, രാമിക്ക് ചാച്ചി കരയാൻ തുടങ്ങി. दोनों हाथों से आंचल पकड़े दादी माँ के पैरों की और चुकी, രണ്ട് കൈകൊണ്ടും, ആഞ്ചൽ എന്ന് പറഞ്ഞാൽ സാരിത്തല പിടിച്ചിട്ട് ദാദിമയുടെ കാലിൽ കിടന്നിട്ട്
യാചിച്ചു. ബിട്ടിയ കി ഷാദി ഹെ, മകളുടെ കല്യാണമാണ്. ആപ് ന ദയാ കരേങ്കി തോ ഉസ് ബേചാരി കാ നിസ്തർ കൈസെ ഹോഗാ. ദാദിമ, അമ്മൂമ്മ എന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് എൻ്റെ മകളുടെ കല്യാണത്തിന് സഹായിക്കുക എന്ന് ചോദിച്ചിട്ട് അമ്മൂമ്മയുടെ കാല് പിടിച്ച് കരയാണ് രാമി की चाची. हट हट, अभी नहा के आ रही हूँ. दादीमा पीछे हट गई. हट हट, പോ ഇപ്പം ഞാൻ കുളിച്ചിട്ട് വരികയാണ്. ദാദിമ പീछे ഹട്ട് ഗई. ദാദിമ, അമ്മൂമ്മ പുറകോട്ട് മാറി. जाने दो दादी, मैंने इस अप्रिय प्रसंग को हटाने की गरज से कहा. അപ്പോൾ ഞാനിതൊക്കെ കേട്ടെന്നിട്ട് ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു, ജാനേ ദോ ദാദി, വിട്ടുകളെ ദാദിമ, വിട്ടുകളെ അമ്മൂമ്മേ. ബേച്ചാരി ഗരീബ് ഹേ, പാവം. ബേച്ചാരി എന്നാൽ പാവം, പാവം ദാരിദ്ര്യമല്ലേ. ഗരീബ് പറഞ്ഞാൽ ദാരിദ്ര്യം, പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ് ഗരീബ്. ഗരീബ് ഹേ ദേഗി കബി, എപ്പോഴെങ്കിലും തരുമായിരിക്കും. അമ്മൂമ്മയോട് ഇത് വിട്ട് കളയാൻ പറയാണ്. ചൽ ചൽ ചലാഹെ സംജാനെ. ഇപ്പം ചൽ ദാദിമ അവനോട് പറയാം, പോ, വലിയൊരു മനസ്സിലാക്കുന്ന ആൾ വന്നിരിക്കുന്നു എന്ന് അറിയില്ലേ, അതുകൊണ്ട് ചൽ ചലാഹെ സംജാനെ. മേ ചുപ്കെ സെ ആംഗൻ കി ഓർ ചലാ ഗയ. ഞാൻ മിണ്ടാതെ മുറ്റത്തേക്ക് നടന്നു പോയി. കൈ ദിൻ ബീത് ഗയ, കുറേ ദിവസം കഴിഞ്ഞു. മേ ഇസ് പ്രസംഗ് കോ ഏക്ദം ഭൂൽസ ഗയ. ഞാൻ ഇവരുടെ ഈ സംഭാഷണം അങ്ങനെ മറന്നുപോയി. ഏക് ദിൻ രാസ്തേ മേ രാമിക്ക് ചാച്ചി മിലി. ഒരു ദിവസം വഴിയിൽ രാമിക്ക് ചാച്ചീനെ കണ്ടു. वह दादी को फूलों फलों दूधों नहावों का ആശീർവാദ് ദേ രഹി തി. അവർ അമ്മൂമ്മയെ ആശീർവദിക്കുന്നതാണ് കണ്ടത്. മേനെ പൂച്ച, ഞാൻ ചോദിച്ചു, ക്യാ ബാത് ഹേ, എന്താ കാര്യം. ധന്നു ചാച്ചി തോ ഉസ്നെ വിഹൽ ഹോക്കർ കഹ. അവർ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വിഹൽ ഹോക്കർ കഹ പറഞ്ഞു. ഉരീൻ ഹോ ഗയി ബേട്ട, നല്ലത് സംഭവിച്ചു ബേട്ട. ഭഗവാൻ ബലാക്കരെ ഹമാരെ മാൽക്കിൻ ക, നമ്മുടെ യജമാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൽഹി ആയിത്തി, ഇന്നലെ വന്നിരുന്നു. പീച്ചേക്ക സബി റുപ്പിയ ചോട് ദിയ, കടം കൊടുക്കാനുള്ള പൈസയൊക്കെ അമ്മൂമ്മ വിട്ടുകളഞ്ഞു. ഊപ്പർ സെ 10 रुपये का നോട്ട് ദേക്കർ ബോലി. അതിന് പുറമെ എനിക്ക് 10 രൂപ തന്നിട്ട് പറഞ്ഞു, ദേഖ്ന ധന്നോ, നോക്കിക്കോ, ജൈസി തേരി ബേട്ടി വൈസി മേരി, നിൻ്റെ മകള് എൻ്റെയും മകളാണ്. 10-5 के लिए ഹസൈ ന ഹോ ദേവത ഹേ ബേട്ട, ദേവത. അപ്പോൾ ദേവതയാണ് നിൻ്റെ അമ്മൂമ്മ, ദേവത. അവർ പറഞ്ഞു, നിൻ്റെ മകള് എൻ്റെയും മകളാണ്. കടമെല്ലാം അവർ വിട്ട് കളഞ്ഞു, എന്നിട്ട് 10 രൂപ എക്സ്ട്രാ തരികയും ചെയ്തു എന്ന് പറയാണ്. ഉസ് റോസ് തോ ബഹുത് ഡാൻഡ് രഹി തീ മേനെ പൂച്ച. അങ്ങനെ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ വല്ലാതെ ചീത്ത പറയുന്നത് കേട്ടല്ലോ നിങ്ങളെ. ഞാൻ ചോദിച്ചു. വോ തോ ബഡേ ലോഗോ കോ കാം ഹേ, അത് വലിയ വലിയ ആളുകളുടെ ഒരു സ്വഭാവമാണ്. റുപ്പയ ദേക്കർ ഡാൻഡ് ബി ന തോ ലാഭ് ക്യാ, പൈസ തന്നിട്ട് ചീത്ത പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ ലാഭം. മേ മൻ ഹി മൻ ഇസ് തർക്ക് പർ ഹസ്ത ഹുവ ആകെ ബഡ് ഗയ. ഞാനിങ്ങനെ മനസ്സിൽ ഇവരുടെ തർക്കം ആലോചിച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോയി. കിഷൻ കെ വിവാഹ കെ ദിനോ കി ബാത് ഹെ, കിഷൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ്. വിവാഹ കെ 4-5 रोज़ पहले से ही औरतें रात भर गीत गाती है. അപ്പോൾ വിവാഹത്തിൻ്റെ 4-5 ദിവസം മുന്നേ അവിടെ ലേഡീസൊക്കെ വന്നിട്ട് പാട്ടും ആട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. വിവാഹ കി രാത് കോ അഭിനയ് ബി ഹോത്താ ഹെ, ആ വിവാഹത്തിൻ്റെ അന്ന് രാത്രി അഭിനയം നാടകവും ഒക്കെ ഉണ്ടാകാറുണ്ട്. യഹ് പ്രായഃ ഏക് ഹി കഥാ കാ ഹുവാ കർത്താ ഹെ. उसमें विवाह से लेकर पुत्रोत्पत्ति तक के सभी दृश्य दिखाए जाते हैं. सभी पार्ट औरतों ही करती है. അപ്പോൾ വിവാഹക്ക് രാത്രി അഭിനയ് ബി ഹോത്താ ഹെ, വിവാഹത്തിൻ്റെ രാത്രി അന്ന് നാടകം ഉണ്ടാവും. യഹ് പ്രായഃ ഏക് ഹി കഥാ
का हुआ करता है. അത് ഒരേ കഥ തന്നെയാണ് കാണിക്കാറ്. കല്യാണം മുതൽ കുട്ടികൾ ജനിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിക്കും. അതെല്ലാം സ്ത്രീകൾ ഔറത്തേം ഹി കർത്തി ഹെ, സ്ത്രീകൾ തന്നെയാണ് അതിൽ ആക്ട് ചെയ്യാറ്. മേ ബീമാർ ഹോനെ കെ കാരൺ ബാരാത് മേ ന ജാസക്ക, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ബാരാത്ത് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന അതിനെയാണ് ബാരാത്ത് എന്ന് പറയാം. അതിൽ പോകാൻ പറ്റിയില്ല. മേരാ ബായി രാഘവ് ദലാൻമേ സോ രഹാത്ത, എൻ്റെ കസിൻ ബ്രദർ രാഘവ് അവിടെ പുറത്തുള്ള ആ കോട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഓരത്തോനെ ഉസ് പർ ആപത്തിക്ക്, അപ്പോൾ ലേഡീസ് അവനെ ഇങ്ങനെ ചീത്ത പറഞ്ഞു, നീ ആൺകുട്ടിയാണ്, നീ ബാരാത്തിന് ഇവിടെ വന്ന് കിടക്കരുത്, ഇത് ലേഡീസിൻ്റെ മാത്രം പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറയാൻ തുടങ്ങി. ദാദിമ ബിഗിടി, ദാദിമക്ക് ദേഷ്യം വന്നു. ലടുക്കേസെ ക്യാ പർദ, ചെറിയ ആൺകുട്ടിയല്ലേ, അവന് എന്ത് അറിയാനുള്ളത്, അവനെ എന്തിനാ ചീത്ത പറയുന്നത്. ലടുക്കെ ഓർ ബ്രഹ്മാക്ക മൻ ഏക്സാ ഹോത്താ ഹെ, കുട്ടികൾ ദൈവത്തിൻ്റെയാണ്, അവരുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് പോലെയാണെന്ന് പറഞ്ഞു ദാദിമ ദേഷ്യം പിടിച്ചു. നെക്സ്റ്റ്, മുझे भी पास ही एक चारपाई पर चादर उड़ाकर दादीमा ने चुपके से सुला दिया था, എന്നെ അവിടെ അടുത്തുള്ള ഒരു കട്ടിൽ കിടത്തിയിട്ട് പുതപ്പിച്ച് തന്നിട്ട് എന്നെ മെല്ലനെ അവിടെ ഉറക്കി. ബഡി ഹസി ഹാരഹീത്തി, എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. സോച്ചാ കഹി ജോർ സെ ഹസ്ദു, ഞാൻ വിചാരിച്ചു ഉറക്കനെ ചിരിച്ചാലോ. ബേദ് കുൽ ജായേ തോ നിക്കൽ ബാഹർ കിയാ ജാവുങ്ക, കള്ളത്തരം പിടിച്ചാൽ പുറത്താക്കും എന്നെ. पर भाभी की बात पर हंसी रुक न सकी और बड़ाफोट हो गया. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭാബിയുടെ സംസാരം കേട്ടപ്പോൾ ചിരി നിർത്താൻ പറ്റിയില്ല, അത് വലിയ പ്രശ്നമാവുകയും ചെയ്തു. ദേബുക്ക് മാനെ ചാദർ ഖീഞ്ച്ലി, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ ചിരിക്കുന്ന കണ്ടപ്പോൾ, പുതപ്പ് ഇളകുന്ന കണ്ടപ്പോൾ, കഹോ ദാദി യേ കോൻ ബച്ചാ സോയാ ഹേ, അപ്പോൾ ദാദിമനോട് ചോദിച്ചു, ഇത് ആരാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. ബേച്ചാര രോത്താ ഹേ ഷായദ് ദൂത്തോ പിലാദോ, അപ്പോൾ അവനെ കളിയാക്കാൻ തുടങ്ങി. അവൻ കരയുന്നുണ്ട്, അവന് പാല് കൊടുക്കൂ. ഹാത്ത് പായി ശുരു ഹുയി, അങ്ങനെ അവിടെ കച്ചറ തുടങ്ങി. ദാദിമ ബിഗിടി, ദാദിമക്ക് ദേഷ്യം വന്നു. ലഡ്ക്കേസെ ക്യോം ലഗ്തി ഹേ, എന്തിനാണ് ഈ കുട്ടികളോട് ഇങ്ങനെ, ചെറിയ ആൺകുട്ടിയല്ലേ, അവനെ എന്തിനാണ് വഴക്ക് പറയുന്നത്. സുബ രാസ്തേ മേ ദേബുക്കി മാ മിലി, രാവിലെ വഴിയിൽ ദേബുക്കി മാനെ കണ്ടു. കൽ വാല ബച്ച ബാബി, ഇന്നലത്തെ ആ കുട്ടി ഇതാ ബാബി എന്ന് പറഞ്ഞു ദേബുവിൻ്റെ അമ്മ. മേ വഹാസെ ജോർ സെ ഭാഗ ഓർ ദാദിമക്കെ പാസ് ജാ ഗഡാ ഹുവ, ഞാൻ അവിടുന്ന് ഓടി. ജോർ സെ ഭാഗ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ദാദിമാൻ്റെ അടുത്ത് പിറകിൽ പോയി ഒളിച്ചു. वस्तुतः किसी प्रकार का अपराध हो जाने पर जब हम दादी माँ की छाया में गड़े हो जाते, വസ്തുത പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ ദാദിമാൻ്റെ പുറകിൽ പോയിട്ട് നിൽക്കും. അഭയദാൻ മിൽജാത്ത, അവിടെ ഞങ്ങൾക്ക് അഭയം കിട്ടും. स्नेह और ममता की मूर्ति दादी माँ की एक बात आज कैसी मालूम होती है. അപ്പോൾ സ്നേഹത്തിൻ്റെയും മമതയുടെയും ആ മൂർത്തി, ആ ദേവി, അവരുടെ ഓരോ കാര്യങ്ങളും ഇന്ന് മനസ്സിലാവുകയാണ്. പരിസ്ഥിതിയോ കാ വാദ്യാചക്ര ജീവൻ കോ സൂഖെ പത്തേ സാ कैसा नचता है उसे दादीമാ खूब जानती थी. അപ്പോൾ പരിസ്ഥിതിയും സാഹചര്യങ്ങളുടെ ആ ചക്രം, സാഹചര്യങ്ങളുടെ ആ ജീവിത ചക്രം, സൂക്കെ പത്തേസ കൈസ, കരിയില പോലെ ഇങ്ങനെ ഇളകുന്ന ഒരു സാമ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ജീവിതചക്രം എങ്ങനെ, പരിസ്ഥിതിയൊക്കെ ജീവിതചക്രം എങ്ങനെ തിരിയുന്നുള്ളത് ഇസേ ദാദിമാ ഖൂബ് ജാൻതി തി, അതിനെ ദാദിമാക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ദാദാക്കി മൃത്യുക്കെ ബാദ്, അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം സെഹി വേ ബഹുത്ത് ഉദാസ് രഹത്തി, അതിനുശേഷം ദാദിമ അമ്മൂമ്മ വളരെ വിഷമത്തിലായിരുന്നു. സംസാർ ഉനെ ധോക്കേക്ക് ടഡ്ഢി മാലൂം ഹോത്ത, ലോകം അവർക്കൊരു വിശ്വസിക്കാൻ കൊള്ളാത്തതായിരുന്നെന്ന് മനസ്സിലായി.
ദാദാനെ ഉനെ സ്വയം ജോ ധോഖ ദിയ. അവർ വിശ്വസിച്ചു. അപ്പൂപ്പൻ അവരെ സ്വയം ചതിക്കുകയായിരുന്നു. ധോഖ ദിയ എന്നാൽ ചതിക്കുക. വേ സദാ ഉനെ ആകെ ബേച്ച്കർ അപ്നെ പീछे जाने की झूठी बात कहा करते थे. അപ്പൂപ്പൻ എപ്പോഴും അവരെ മുന്നിൽ അയച്ചിട്ട് പുറകെ വരാമെന്നുള്ള സംസാരം പറയാറുണ്ടായിരുന്നു. ദാദാക്കി മൃത്യുക്കെ ബാദ് കുക്കുർമുത്തേക്ക് തര बढ़ने वाले मुंह में राम बगल में चुरी वाले दोस्तों की शुभ चिंता ने स्थिति और भी ഡവാഡോൾ കർദി. അങ്ങനെ പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ മരണശേഷം ദാദിമാക്ക് വളരെ വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദാദാക്ക് മൃത്യുക്ക് മരണത്തിന് ശേഷം കുക്കുർമുത്തേക്ക് തര ഇങ്ങനെ എന്താ പറയുക, ഇടക്കിടക്ക് വരുന്ന ഓരോ ചെടികളുണ്ട്, അതിനെയാണ് കുക്കുർമുത്തേക്ക് തര ബഡ്നെ വാലെ വരുന്ന, മൂമേ രാം ബഗൽമേ ചുരി വാലെ, അതായത് മുന്നിൽ നല്ല ഇതിൽ പെരുമാറിയിട്ട് ബാക്കിൽ നിന്ന് ചതിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ദാദാൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ദോസ്തോക്ക് ശുഭ്ചിന്ത, അവർ നല്ല ആളുകളായിട്ട് ദാദിമാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അവർ ഒന്നും കൂടി ദാദിമാക്ക് പ്രശ്നക്കാരായി, അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ, ദാദേൻ്റെ ഫ്രണ്ട്സുകൾ. അപ്പോൾ ലോകത്തെ ഒന്നും കൂടി വിശ്വസിക്കാൻ കൊള്ളാത്തതായിട്ട് ദാദിമാക്ക് തോന്നി. ദാദയ്ക്ക് ശ്രാദ്ധമേ ദാദി മാക്ക് മന करने पर भी पिताजी ने जो अतुल संपत्ति व्यय की. ദാദാൻ്റെ ശ്രാദ്ധം, അപ്പൂപ്പൻ്റെ ശ്രാദ്ധം ദാദിമ വേണ്ടാന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പിതാവ് കുറേ പൈസ ചിലവാക്കി ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട്. വ ഗർഖി തോ തീ നഹി, വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ദാദിമ അക്സർ ഉദാസ് രഹ കർത്തി, ദാദിമ എപ്പോഴും ഉദാസായിട്ടിരുന്നു. മാഘ് കെ ദിൻത്തെ, ആ ഒരു മാഘ് എന്ന് പറയുന്ന ഒരു മാസമാണ്, ആ മാസത്തിലെ ഒരു ദിവസമായിരുന്നു. കടാക്കെ കാ ജാഡ പഡ് രഹാ താ, പച്ചുവാ കാ സന്നാട്ട ഓർ പാലെ കെ शीत हड्डियों में घुसी पड़ती. കടാക്കെ കാ ജാഡ പഡ് രഹാ താ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. പച്ചുവാ കാ സന്നാട്ട ഓർ പാലെ കെ शीत हड्डियों में घुसी पड़ती, അവിടുത്തെ ആ നിശബ്ദതയും എല്ലാം കൂടെ ആ കടുത്ത തണുപ്പും ഹഡ്ഡിയും എല്ലിൻ്റെ ഉള്ളിൽ തണുക്കൂലേ, എല്ലിൻ്റെ ഉള്ളിൽ കുത്തുന്ന പോലത്തെ തണുപ്പായിരുന്നു. ഷാംകോ മേനെ ദേക്കാം, വൈകിട്ട് ഞാൻ കണ്ടു. ദാദിമ ഗീലി ധോത്തി പെഹനെ, ദാദിമ നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് കോനെവാലെ ഘർമേ ഏക് സന്തൂഖ് പർ ദിയ ജലായെ, അപ്പോൾ കോർണറിലുള്ള വീടിൻ്റെ കോർണറിലുള്ള ഒരു സന്തൂക്ക് എന്ന് പറഞ്ഞാൽ ബോക്സ്, പെട്ടീൻ്റെ മുകളിൽ ദിയ ജലായെ, വിളക്ക് കത്തിച്ച് വെച്ചു. ഹാത്ത് ജോഡ്കർ ബേട്ടി ഹെ, അതിൻ്റെ മുന്നിൽ കൈ കൂപ്പിയിട്ട് ഇരിക്കുകയാണ്. ഉൻകി സ്നേഹ കാത്താർ ആങ്കോം മേനെ ആസു കബി നെഹി ദേക്കത്തെ, അവരുടെ ആ സ്നേഹം നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ഇതുവരെ കണ്ണുനീര് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബഹുത്ത് ദേർ തക് മന്മാരെ ഉൻകെ പാസ് ബേട്ടാ രഹ, ഞാൻ കുറേ നേരം അവരുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരുന്നു. ഉനോനെ ആങ്കേം കോലി, അവർ കണ്ണ് തുറന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ദാദിമ മേനെ ധീരേസെ കഹ, കണ്ണ് തുറന്നപ്പോൾ ഞാൻ അമ്മൂമ്മയെന്ന് വിളിച്ചു. ക്യാ ഹേ രേ തൂ യഹാ ക്യോ ബേട്ടാ ഹേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ദാദിമ ഏക് ബാത് പൂച്ചു ബത്താओगे ना, മേനെ ഉൻകി സ്നേഹപൂർണ്ണ ആങ്കോം കി ഓർ ദേക്കാ, അമ്മൂമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് പറയുമോ? അവരുടെ സ്നേഹം നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ഞാൻ ചോദിച്ചു. ക്യാ ഹേ പൂച്ച്, എന്താ ചോദിച്ചോ? തും രോത്തി തീ, അമ്മൂമ്മ കരയായിരുന്നോ? ദാദിമ മുസ്കുരായി, ദാദിമ പുഞ്ചിരിച്ചു. പാഗൽ തൂനെ അഭി ഖാന ഭി നെഹി ഖായാന, ചൽ നിനക്ക് ഭ്രാന്താണോ? നീ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ധോത്തി തോ ബദല്ലോ ദാദിമ മേനെ കഹ, ഈ നനഞ്ഞ ഈ മുണ്ട് മാറ്റു അമ്മമ്മേ, അവൻ പറഞ്ഞു. മുझे സർദി ഗർമി നെഹി ലഗ്തി ബേട്ട, എനിക്ക് ഇങ്ങനെ തണുപ്പും ഇതൊന്നും അടിക്കില്ല മകനെ.
വേ മുझे ഖീച്ച്തി രസോയി മേ ലേ ഗയി. അവരെന്നെ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. സുബഹ മേനെ ദേഖ, രാവിലെ ഞാൻ കണ്ടു. ചാർപ്പായി പർ ബേട്ടെ പിതാജി ഓർ കിഷൻ ഭയ്യ മൻമാരെ കുച്ച് സോച്ച് രഹേ തെ. കട്ടിൽമേൽ ഇരുന്നിട്ട് അച്ഛനും കിഷൻ ഭയ്യയും കൂടി എന്തോ ആലോചിച്ചിരിക്കുന്ന പോലെ തോന്നി. ദൂസരാ ചാരാഹി ക്യാ ഹേ, വേറെ ഇപ്പം എന്താ വഴി? ബാബു ബോലെ, ബാബു പറഞ്ഞു, വേറെ ഇപ്പം എന്താ ഒരു വഴി? റുപയ കോയി ദേത്താ നഹി, പൈസ ആരും തരില്ല. കിത്നേക്കെ തോ അഭി പിച്ഛലെ ബി ബാക്കി ഹെ, ബാക്കി മുന്നത്തത് തന്നെ കുറേ ഉണ്ട്, ഇനിയിപ്പോൾ ആര് തരാനാ? വേ രോനെ രോനെ സെ ഹോഗെ, അവൻ കരയാനുള്ളത് പോലെ ആയി. രോത്ത ക്യൂ ഹേ രേ, അപ്പോൾ എന്തിനാ കരയുന്നത്? ദാദിമാനെ ഉസ്കാ ഹാത്ത് മാത്ത സലാത്തെ ഹുയെ കഹ, ദാദിമ അവൻ്റെ നെറ്റി തഴുകിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? മേ തോ അബി ഹൂഹി, ഞാനിപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ? उन्होंने संदूक खोलकर एक चमक सी चीज़ निकाली. तेरे दादा ने यह कंगन मुझे इसी दिन के लिए पहनाया था. അവർ ആ പെട്ടി തുറന്നിട്ട് ഒരു നല്ല തിളങ്ങുന്ന ഒരു സാധനം പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, തേരെ ദാദാനെ, നിൻ്റെ അപ്പൂപ്പൻ യഹ് കങ്കൻ മുझे ഇസി ദിൻ കെ ലിയെ പെഹനായാ था. ഈ വള എനിക്ക് ഈ ദിവസത്തിന് വേണ്ടി ആയിരിക്കാം എന്നെ അണിയിച്ചത്. ഉൻക ഗല ബർ ആയ, അവർക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, മേനെ ഇസെ പെഹനാ നഹി, ഞാനിത് അണിഞ്ഞിട്ടില്ല, ഞാനിതങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. ഇസെ സഹേജ് കർ രക്തി ആയി ഹു, ഇതിനെ നല്ലതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. യഹ് ഉൻകെ വംശ് കി നിശാനി ഹെ, ഇത് അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെ അടയാളമാണ്. ഉനോനെ ആസു പോച്ച് കർ കഹ, കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, പുരാനെ ലോഗ് ആഗ പീച്ച സബ് സോച്ച് ലേത്തെ തെ ബേട്ട. പുരാനെ ലോഗ്, പഴയ ആളുകൾ മുന്നിൽ വരാനിരിക്കുന്നതും എല്ലാം ചിന്തിച്ചിട്ടാണ് അവർ പെരുമാറാറ്. അപ്പോൾ അത് അങ്ങനെ ഉപകാരം വരണമെന്ന് വെച്ചിട്ടാണ് അമ്മൂമ്മ അത് എടുത്തു വെച്ചത്. അപ്പോൾ അതിപ്പോൾ അവരുടെ മകന് ഉപകാരം വന്നു. സച്ച്മുച്ച് മുझे ദാദിമ ശാബ് ഭ്രഷ്ട് ദേവീസി ലഗി. അപ്പോൾ ശരിക്കും ദാദിമായ എനിക്ക് ശാപമുക്തയായ ഒരു ദേവിയെ പോലെ തോന്നി. തൂന്ത്ലി ചായ വിലീൻ ഹോഗി, ആ നിഴൽ പോലത്തെ രൂപം പിന്നെയും ഇങ്ങനെ ഓർമ്മയിൽ വന്നു. മേനെ ദേക്ക ദിൻ കാഫി ഛഡ് ആയാ ഹെ, ഞാൻ കണ്ടു ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലേഖകന് ഈ ദാദിമ മരിച്ചു എന്നുള്ള ഒരു കത്ത് കയ്യിൽ കിട്ടുകയാണ്. കിഷൻ ഭയ്യ അയച്ചു കൊടുത്ത ആ ലെറ്റർ പിടിച്ചിങ്ങനെ ദാദിമാൻ്റെ ഓർമ്മകളിലേക്ക് പോയതാണ് ലേഖകൻ. അതാണ് ഈ ചാപ്റ്ററിൽ തൊടുനീളം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവസാനം അതുവരെ ചിന്തിച്ചിട്ട് പിന്നെ ആലോചിക്കുകയാണ്. ആ കത്തും കയ്യിൽ പിടിച്ചിരുന്നിട്ട് ആലോചിക്കുകയാണ്. ദിവസം ഇങ്ങനെ കുറേ സമയം മുന്നോട്ട് പോയി. पास के लंबे खजूर के पेड़ से उड़कर एक कौवा अपनी घिनौनी കാലി പങ്കും ഫെലാക്കർ മേരി ഖിഡ്കി പർ ബെഡ് ഗയ. അപ്പോൾ ഖജൂറിൻ്റെ മരത്തിൻ്റെ മുകളിലിരുന്ന ഒരു കാക്ക ആ കാക്കൻ്റെ ചിറക് പറത്തിയിട്ട് ലേഖകൻ്റെ അടുത്തുള്ള വിൻഡോയിൽ വന്നിങ്ങനെ ഇരുന്നു. ഹാത്ത് മേ അബീബി കിഷൻ ഭയ്യ കാ പത്ര കാഫ് രഹാ ഹെ, അപ്പോഴും ലേഖകൻ്റെ കയ്യിൽ കിഷൻ ഭയ്യ അയച്ച ആ കത്ത് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാലി ചീട്ടിയോം സി കത്താരെ ധൂമിൽ ഹോ രഹി ഹെ. അപ്പോൾ കാലി ചീട്ടിയോം സി, അങ്ങനെ പറഞ്ഞാൽ കറുത്ത ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോവില്ലേ, അതുപോലെ ലേഖകന് അമ്മൂമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആങ്കോ പർ വിശ്വാസ് നെഹി ഹോത്ത, കണ്ണിന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. മൻ ബാർ ബാർ അപ്നെ സേ ഹി പൂച്ച് ബെഡ്താത്ത, മനസ്സ് പല പ്രാവശ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്യാ സച്ച്മുച്ച് ദാദിമ നെഹി രഹി, ശരിക്കും ദാദിമ ഇല്ലാതായിട്ടുണ്ടോ, ശരിക്കും ദാദിമ മരിച്ചിട്ടുണ്ടോ? ലേഖകന് വിശ്വാസം വരുന്നില്ല. മനസ്സ് പിന്നെയും പിന്നെയും ചോദിക്കുകയാണ്, ദാദിമാക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, മരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ദാദിമ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.